സർക്കാർ ഉദ്യോഗസ്ഥർ ധാരാളം തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. വട്ടിയൂർക്കാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലം പഴയ തിരുവനന്തപുരം വെസ്റ്റ് ആണ്. രൂപമാറ്റങ്ങളോടുകൂടി 2006 ശേഷം തിരുവനന്തപുരം സെൻട്രലായി മാറിയത്. ആ തിരുവനന്തപുരം വെസ്റ്റ് ആയിരുന്ന കാലം തൊട്ടേ ഏറ്റവും കൂടുതൽ UDF നേതാക്കളെ നിയമസഭയിലേക്ക് അയച്ച ഒരു മണ്ഡലം കൂടിയാണ് ഇത്. തിരുവനന്തപുരം സെൻട്രൽ ആയതിനു ശേഷവും ഒരേ ഒരു തവണയാണ് LDFന് ഇവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത്. 2021 ആൻ്റണി രാജു ഇവിടെ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ ആൻ്റണി രാജു ജട്ടി മാറ്റി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് പുറത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം കോടതി അയോഗ്യമാക്കി. തുടർന്ന് നിയമസഭാ സെക്രട്ടറി ആൻ്റണി രാജുവിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ആൻ്റണി രാജു ഇപ്പോൾ അപ്പീലുമായി മേൽക്കോടതികളെ സമീപിച്ചിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ കേസിൽ നിന്ന് വിടുതൽ നൽകി വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യമൊരുക്കണം എന്നാണ് കോടതിയോട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ. എന്തായാലും ആ കേസിൽ അപ്പീൽ കോടതി അപ്പീൽ സ്വീകരിച്ചാലും ആൻ്റണി രാജുവിന് മത്സരിക്കാനുള്ള സാധ്യത തുലോം കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പതിവ് പോലെ UDFന് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് അല്ല എന്നാണ് ഇത്തവണത്തെ പ്രത്യേകത. UDFൻ്റെ ഘടകകക്ഷിയായ CMP, അതായത് MV രാഘവൻ CPI-M-ൽ നിന്ന് പുറത്തു വന്ന ശേഷം രൂപീകരിച്ച പാർട്ടിയാണ് CMP, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ CMPയുടെ എക്കാലത്തെയും തലയെടുപ്പുള്ള ഒരു നേതാവ് CP ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നത് UDFന് വേണ്ടി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. 2001 MV രാഘവൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹം 15,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അന്നത് തിരുവനന്തപുരം വെസ്റ്റാണ്. അതിനുശേഷം ഈ 2026 CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നറുക്ക് വീഴുന്നത്. 2006 തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് DICക്ക് വേണ്ടി ശോഭന ജോർജ് ഒരു കൈ നോക്കി പരാജയപ്പെട്ട് പിൻവാങ്ങിയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ UDFനെ പിന്തുണച്ച മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ, പഴയ തിരുവനന്തപുരം വെസ്റ്റ്. ഇപ്പോഴിതാ തിരുവനന്തപുരം സെൻട്രലിൽ ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. UDFന് വേണ്ടി CP ജോൺ തന്നെയാകും മത്സരിക്കുക. കഴിഞ്ഞ ഏതാണ്ട് 2011 മുതൽ 15 വർഷമായി തിരുവനന്തപുരം സെൻട്രലിൽ BJP ക്രമാനുഗതമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ BJPയുടെ വളർച്ച 2011 BK ശേഖർ മത്സരിക്കാൻ വന്നതോടെയാണ് ആരംഭിച്ചത്. അതിന് മുമ്പ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം വെസ്റ്റിലും പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ആയപ്പോഴുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP പുറകിൽ പോകുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ തിരുവനന്തപുരം വെസ്റ്റ് അഥവാ ഇന്നത്തെ തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJPക്ക് നല്ല രീതിയിൽ കൗൺസിലർമാരെ ഇവിടുത്തെ ഈ തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ നിന്ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 8ഓളം കൗൺസിലർമാരെ BJP താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർമാരായി എത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ശക്തമായ ഒരു മത്സരം നടക്കും എന്നുറപ്പാണ്. 2011 ശേഷം 2016 ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ നിയോഗിച്ച് BJP ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിലും BJP 3ാം സ്ഥാനത്തായെങ്കിലും നല്ല രീതിയിൽ വോട്ട് പിടിച്ച് LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിച്ചു. അന്ന് UDFൻ്റെ VS ശിവകുമാറാണ് വിജയിച്ചതിനൊരു കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. 2011 BK ശേഖർ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം തിരിച്ചറിയുന്നത്. മാരകമായ കരൾ രോഗത്തിന് അടിമയായ
അല്ലെങ്കിൽ കരൾ രോഗ ബാധിതനായ BK ശേഖറിന് വേണ്ട വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ സാധിച്ചില്ല. എന്നിട്ടും BJP 15,000-ലധികം വോട്ട് തിരുവനന്തപുരം സെൻട്രലിൽ പിടിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനോടൊപ്പം തന്നെ BK ശേഖറും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അത്ര ഗുരുതരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. പിന്നീട് 2016 ശ്രീശാന്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഏതാണ്ട് 38,000-നടുത്തോ മറ്റോ വോട്ടുകൾ അദ്ദേഹം നേടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ ശ്രീശാന്ത് വോട്ട് നേടിയതോടുകൂടി LDFും UDFും ഒരുപോലെ ഞെട്ടി. അന്ന് LDFിന് വേണ്ടി കളത്തിലിറങ്ങിയത് ആൻ്റണി രാജു തന്നെയാണ്. UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ അന്ന് ജയിച്ചു. അതിന് കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന നാളുകളിൽ ശ്രീ AK ആൻ്റണിയെ ഇറക്കി VS ശിവകുമാർ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അവസാന ദിവസം അവിടെ ഒരു റോഡ് ഷോ, AK ആൻ്റണി നയിച്ച റോഡ് ഷോ അരങ്ങേറി. ഇതെല്ലാമാണ് തീരദേശത്തെ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ വീഴാൻ കാരണം. അതോടുകൂടി അവിടെ VS ശിവകുമാർ വിജയം ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ BJPയുടെ ഈ പെട്ടെന്നുള്ള വളർച്ച, അതായത് 15,000 വോട്ടുണ്ടായിരുന്ന BJP 35,000-ന് മേളിലേക്ക് വോട്ടുകൾ പിടിച്ചത് സത്യത്തിൽ ഒരു വലിയ അത്ഭുതമായാണ് വിലയിരുത്തിയത്. എല്ലാവരും കരുതിയത് ശ്രീശാന്ത് ആയതുകൊണ്ട് അത്രയും വോട്ട് പിടിച്ചു എന്നാണ്. എന്നാൽ 2015-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2020-ലെ തിരഞ്ഞെടുപ്പിലും ഒക്കെ BJP കൃത്യമായി അതിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. 2021-ൽ നടൻ കൃഷ്ണകുമാറാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ചത്. അദ്ദേഹവും ശ്രീശാന്ത് നേടിയതിനോടടുത്ത് തന്നെ വോട്ടുകൾ നേടി. അപ്പോൾ BJPക്ക് വളരെ കൃത്യമായി 30,000-ലധികം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് വ്യക്തമാണ്. ഇപ്പോഴിതാ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ 2 പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ഒന്ന് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ്റെ പേരാണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റൊന്ന് ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദ് ബോസിൻ്റെ പേരും. ഈ 2 പേരുകളും BJPയുടെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 2 പേരും മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യർ തന്നെ. ഇതിൽ ആരെ തിരഞ്ഞെടുക്കും? ഒരു പക്ഷേ ഇവരെ 2 പേരെയും ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം സെൻട്രലിൽ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നമുക്ക് വ്യക്തമാകും. LDFിന് വേണ്ടി ആൻ്റണി രാജു മത്സരിക്കാനുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ സീറ്റ് CPM എടുക്കാനുള്ള സാധ്യതയുണ്ട്. CPM സ്ഥാനാർത്ഥി, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണം എന്നാണ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം, തിരുവനന്തപുരം സെൻട്രലിലെ ബഹുഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റികളും ആവശ്യപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ തീരദേശത്തെ വോട്ടാണ് ഒരു പ്രശ്നം. അത് കൺസോൾഡേറ്റ് ചെയ്ത് ഏകോപിച്ച് ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് UDFിന് ലഭിക്കുമോ, LDFിന് ലഭിക്കുമോ, അതോ BJPയെ അനുകൂലിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു വശത്ത് തീരദേശത്തെ ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകൾ ഒരുമിക്കുമ്പോൾ മറുവശത്ത് തീർച്ചയായിട്ടും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ വാർഡുകളിലെ ഹിന്ദു വോട്ടുകളും ഏകീകരിക്കും എന്ന് ഉറപ്പാണ്. മുസ്ലിം സമുദായത്തിന് വളരെ കുറച്ച് മാത്രം വോട്ടുള്ള, അതായത് ഭീമാവള്ളി പോലെയുള്ള ചില വാർഡുകളിൽ മാത്രമാണ് അവർക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലം. അത് തീർച്ചയായിട്ടും UDFിനോ LDFിനോ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് വലിയ രീതിയിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അതിലാണ് BJPയുടെ പ്രതീക്ഷ. കുമ്മനം രാജശേഖരനോ CV ആനന്ദ് ബോസോ ആണ് കടന്നു വരുന്നതെങ്കിൽ ചിത്രം മാറും. വലിയ രീതിയിൽ ഇരുവർക്കും വോട്ട് പിടിക്കാൻ കഴിയും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നല്ല രീതിയിൽ വോട്ടുകൾ നേടിയിരുന്നു. എന്തായാലും തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തീരുമാനിക്കപ്പെട്ട ശേഷം നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കാം. അതുവരെ നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.